നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. യുദ്ധം നിർത്തൂ, ലോക സമാധാനം സ്ഥാപിക്കൂ എന്ന സന്ദേശവുമായി ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രാർത്ഥനാ കൂട്ടായ്മ കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് സാബു കൂനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രസ്റ്റി PT ജോർജ്, സെക്രട്ടറി റോബി കാളിയങ്കര, ട്രഷറർ ഡേവിസ് ചക്കാലക്കൽ, രൂപത കത്തോലിക്ക കോൺഗ്രസ് PRO ടെൽസൺ കോട്ടോളി, വൈസ് പ്രസിഡന്റുമാരായ ഷാജു എബ്രഹാം, ബീന രാജേഷ്, മുൻ പ്രസിഡന്റ് രഞ്ജി അക്കരക്കാരൻ, അഡ്വക്കേറ്റ് ഹോബി ജോളി എന്നിവർ പ്രസംഗിച്ചു. യുദ്ധം നമ്മെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിനുള്ള വഴിയല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. BC-കളിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്ക് തത്വചിന്തകരുടെ ഒരു മുദ്രാവാക്യമായിരുന്നു വാർ ഫോർ പീസ്, യുദ്ധം സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ സമാധാനം വേണോ നിങ്ങൾ യുദ്ധം ചെയ്യുക. അത് 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നൊരു മുദ്രാവാക്യമാണ്. എന്നാൽ അത് മാറി ഇപ്പോൾ സമാധാനം ആഗ്രഹിക്കുന്നവർ സമാധാനത്തിൻ്റെ വഴികൾ തന്നെ തേടണം, സമാധാനത്തിൻ്റെ വഴികളിലൂടെ തന്നെ വേണം, സഹവർത്തിത്വത്തിലൂടെ തന്നെ വേണം സമാധാനം സ്വന്തമാക്കാൻ എന്ന് നമ്മൾ അനുഭവങ്ങളിലൂടെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇസ്രായേലും ഇറാനും അമേരിക്കയും കൂടി ചേർന്ന് നടത്തുന്ന ഈ യുദ്ധം, നമ്മുടെ സഹോദരങ്ങൾ 10-60 ലക്ഷം കേരളത്തിൽ നിന്നുള്ള മലയാളികൾ തന്നെ ഗൾഫ് മേഖലയിലുണ്ട്. 60 ലക്ഷം ജോലി ചെയ്യുന്നവർ, പിന്നെ അവരുടെ ബന്ധുജനങ്ങളൊക്കെ കൂട്ടി വരുമ്പോൾ 1 കോടിയിലധികം കേരളത്തിലെ ജനങ്ങൾ ഈ യുദ്ധം കൊണ്ട് വേദനിക്കുന്നുണ്ട്, ഉത്കണ്ഠാകുലരാണ്. അവരുടെ മക്കളെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും എല്ലാവരും ഭയപ്പാടോടുകൂടിയാണ് കാത്തിരിക്കുന്നത്, TV-യുടെ മുമ്പിലാണ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കുകയുണ്ടായി വാർത്ത യുദ്ധത്തെക്കുറിച്ച്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വധിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് ഇറാൻ മിസൈൽ വിട്ടിരിക്കുന്നു. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് ക്ഷമയും, സ്നേഹമുള്ളിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിധിക്കട്ടെ. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വയോജനോത്സവം മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് J ചിറ്റ്ലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP കണ്ണൻ, KS തമ്പി, PS മനു എന്നിവർ ആശംസകൾ നേർന്നു. സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള സ്വാഗതവും ഡയറക്ടർ ഡോക്ടർ അരുൺ S നായർ നന്ദിയും പറഞ്ഞു. വയോമധുരം ഇൻസുലിനും പ്രമേഹ രോഗികൾക്ക് ആവശ്യമായ ഇൻസുലിനും ഗ്ലൂക്കോമീറ്ററും എല്ലാം നൽകുന്ന പദ്ധതിയാണ്. മന്ദഹാസം എന്ന പദ്ധതി കൃത്രിമ ദന്തനിരകൾ വയ്ക്കുന്നതിനുള്ള പദ്ധതിയാണ്. വയോജനങ്ങളെ പരിപാലിക്കുന്ന 18ഓളം ഹോമുകൾ സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്നുണ്ട്. അതോടൊപ്പം പകൽ വീടുകൾ മാതൃകാപരമായ നിലയിൽ പ്രവർത്തിക്കുന്ന സായംപ്രഭ ഹോമുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ പരിപാടികളെയും കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല. ഓർമ്മത്തോണി എന്ന ഡിമെൻഷ്യ പ്രതിരോധ പരിപാടി അതും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒട്ടനേകം പദ്ധതികൾ നടപ്പാക്കുന്ന സാമൂഹ്യനീതി വകുപ്പ് ഇവിടെ ഇപ്പോൾ ഈ ഇരിങ്ങാലക്കുട മണ്ഡലവും സമീപ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വയോജന ഉത്സവമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വയോജന ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മെഡിക്കൽ ക്യാമ്പ്, പോഷകാഹാര കിറ്റ് വിതരണം തുടങ്ങിയവ നടക്കുകയാണ്. ഒരു വയോജനങ്ങളുടെ കലോത്സവവും ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്ക് തങ്ങളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള വേദിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വയോജനങ്ങൾക്ക് അവരുടെ ജീവിത സായന്തനത്തിൽ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത്
കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ വേണ്ടി ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തിയ വയോജനങ്ങൾക്ക് അവരുടെ ജീവിത സായന്തനത്തിൽ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട കാട്ടൂർ ഇല്ലിക്കാട് കൂനമ്മാവ് വീട്ടിൽ 30 വയസ്സുള്ള വിഷ്ണുവിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. 6 മാസത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെയാണ് കഴിഞ്ഞ ദിവസം കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇല്ലിക്കാട് കിഴക്കേ ഉന്നതിയിൽ നിന്നും കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിഷ്ണു കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 വധശ്രമ കേസുകളിലടക്കം 6 കേസുകളിൽ പ്രതിയാണ്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി സന്തോഷ് കുമാർ എം, കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു കെ.സി, എസ്ഐ ധനേഷ് സി.ജി, സിവിൽ പോലീസ് ഓഫീസർ അഭിലാഷ്, ക്രൈം സ്ക്വാഡ് എസ്ഐ ജീവൻ ഇ.എസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിക്കെതിരെ സേ നോ ഡ്രഗ്സ് ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള ചാലക്കുടി നിയോജക മണ്ഡലതല കമ്മ്യൂണിറ്റി ഔട്ട് റീച്ച് പരിപാടിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വി.സി. വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.എസ്. മനു, വിമുക്തി തൃശൂർ മാനേജർ വിനീത് രവി, എക്സൈസ് ഇൻസ്പെക്ടർ പി.എസ്. അനുകുമാർ എന്നിവർ പ്രസംഗിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി. മുരളീധരൻ സ്വാഗതവും എക്സൈസ് ഇൻസ്പെക്ടർ നീതു മാത്യു നന്ദിയും പറഞ്ഞു. ലഹരി വിമുക്ത കേരളം ലക്ഷ്യമാക്കിയിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് 4 ഘട്ടങ്ങളിൽ ഇതിനകം പ്രചാരണ പരിപാടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 5ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ലഹരി വിമുക്ത കേരളവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ യുവതലമുറയിലേക്ക്, മുഖ്യമായും വിദ്യാർത്ഥികളിലേക്കും പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ 4 ഘട്ടങ്ങളെയും നമ്മൾ പിന്നിട്ടത്. വിദ്യാർത്ഥികളുടെ എല്ലാവരും നിലനിന്നുകൊണ്ടുള്ള ചങ്ങലയുൾപ്പെടെ തിരുവനന്തപുരം പട്ടണത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരുന്ന തലമുറയുടെ ചിന്താശേഷിയും ബുദ്ധിയും അവരുടെ വൈകാരികതയും എല്ലാം മരവിപ്പിച്ച് കളഞ്ഞുകൊണ്ട് മനുഷ്യനെന്ന നിലയിൽ നിന്ന് അവരെ മൃഗസമാനമായ അസ്തിത്വത്തിലേക്കോ യന്ത്രസമാനമായ രീതിയിലേക്കോ ഒക്കെ മാറ്റി തികഞ്ഞ സാമൂഹ്യ വിരുദ്ധ സ്വഭാവത്തിലേക്ക് അവരെ നയിക്കുന്ന സാമൂഹ്യ തിന്മയാണ് ലഹരിയുടെ ഉപഭോഗം. വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും ഒരുപോലെ നെഗറ്റീവായി ബാധിക്കുന്ന ഈ ദുശീലം നമ്മുടെ സമൂഹത്തിന് വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. ഇന്ന് ആഗോളതലത്തിൽ വിരിക്കപ്പെട്ട ഒരു വലയാണ് ലഹരി മാഫിയയുടെ വല. ഇരിങ്ങാലക്കുട സംഗമ സാഹിതിയുടെയും മഹാത്മാഗാന്ധി ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കൃഷ്ണകുമാർ മാപ്രാണത്തിന്റെ 2ാം വരവ് എന്ന നോവലിൽ ചർച്ചയും ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് ജെ ചിറ്റലപ്പിള്ളി, ഷക്കീല ടീച്ചർ, ശ്രീലക്ഷ്മി മനോജ് എന്നിവർക്ക് സ്വീകരണവും നൽകി. സംഗമ സാഹിതി പ്രസിഡന്റ് ജോസ് മഞ്ഞില അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി കെ ഭരതൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ബാബുരാജ് ഇരിഞ്ഞാലക്കുട, അഡ്വക്കേറ്റ് കെ ജി അജയ് കുമാർ, കെ ബി രാജു മാസ്റ്റർ, വി വി ശ്രീലത, രാജീവ്, രാധാകൃഷ്ണൻ വെട്ടത്ത്, ലേഖ പി, കാട്ടൂർ രാമചന്ദ്രൻ, ആന്റണി കൈതാരത്ത്, സുധാരൻ കെ വി, കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുട മാമ്പിള്ളി സ്റ്റാൻലി അന്തരിച്ചു. 50 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10:30 സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. മൃദുല ഭാര്യയും ആൻ ഗ്രേസ്, ലവീന, അബ്രഹാം എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.